ഇന്ന് നമുക്ക് ഭൂൽ ഭുലയ്യ 3 എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, രാജാവും സൈനികരും ചേർന്ന് രാജാവിന്റെ മകളെ കത്തിച്ചു കൊന്നു. ആ പ്രേതമാണെങ്കിൽ പ്രതികാരദാഹിയായി കറങ്ങി നടക്കുകയാണ്. ആ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞു. 200 വർഷങ്ങൾക്ക് ശേഷവും ആ കൊട്ടാരത്തിൽ പ്രേതാത്മാവുണ്ട്. ആ പ്രേതത്തെ ഓട്ടിക്കുവാനായിട്ട് റുഹാൻ എന്നൊരു പയ്യൻ എത്തുകയാണ്. പക്ഷെ ഈ റുഹാന് പ്രേതത്തെ ഓട്ടിക്കുവാൻ ഒന്നും അറിയത്തില്ല. അവൻ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് റുഹാൻ മറ്റൊരാളുടെ പുനർജന്മമാണെന്ന് അറിയുന്നത്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ കറങ്ങി നടക്കുന്ന ആ ഒരു പ്രേതം ആരായിരിക്കും, എന്തിനായിരിക്കും അതിനെ കൊന്നുകളഞ്ഞത് എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ കാണുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു രാജകൊട്ടാരമാണ് കാണിക്കുന്നത്. ആ കൊട്ടാരത്തിൽ നിന്ന് ഡാൻസ് ചെയ്യുകയാണ് ഒരു പെൺകുട്ടി. എന്നാൽ അവിടേക്ക് വന്ന രാജാവിന്റെ സൈനികരും ചേർന്ന് ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ട് തീയിട്ട് കൊന്നുകളയും. എന്നാൽ ആ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിൽ ഒരാളാണെങ്കിൽ തന്റെ മുഖംമൂടി വലിച്ചഴിച്ച് കളഞ്ഞിട്ടാണ് പോകുന്നതും. എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന ആ പെൺകുട്ടിയുടെ പ്രേതമാണെങ്കിൽ ആ മുഖംമൂടി എടുത്ത് മുഖത്തേക്ക് ധരിക്കും. അതിനുശേഷം രാജാവിനെയും രാജാവിന്റെ സൈനികരെയും എല്ലാം ഓരോന്നോരോന്നായി അവൾ കൊന്നൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 200 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നായകനായ റുഹാൻ. ഈ റുഹാന്റെ ജോലി എന്തെന്നാൽ പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കലാണ്. അങ്ങനെ ഒരു പാരന്റ്സ് ആണെങ്കിൽ തന്റെ മകന്റെ ദേഹത്ത് പ്രേതം കൂടിയെന്ന് പറഞ്ഞ് റുഹാനെ വിളിപ്പിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ പയ്യന്റെ ദേഹത്ത് പ്രേതമൊന്നും കൂടിയിട്ടില്ലായിരുന്നു. തലേ ദിവസം ആ പയ്യനും അവന്റെ കൂട്ടുകാരും ചേർന്ന് ഒരു പാർട്ടി നടത്തിയിരുന്നു. അവിടെ അവന്റെ അച്ഛനും അമ്മയും ഒന്നും അന്നില്ലായിരുന്നു. എന്നാൽ പാർട്ടിക്കൊടുവിൽ അവന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയോ തട്ടി അവിടെ ആകെ തീ പടരും. അത് കാരണം അച്ഛനും അമ്മയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവൻ പറഞ്ഞ കള്ളമായിരുന്നു അവന്റെ ദേഹത്ത് പ്രേതം കൂടിയെന്ന്. അത് മുൻപേ അവൻ റുഹാനെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ റുഹാനാണെങ്കിൽ അവനെ സഹായിക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പയ്യന്റെ കയ്യിൽ നിന്നും കാശ് കിട്ടും, അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും കാശ് കിട്ടും. റുഹാന്റെ കൂടെ എപ്പോഴും അവന്റെ ഒരു അസിസ്റ്റന്റ് കാണും. ഈ അസിസ്റ്റന്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ വീട്ടിലും ചെന്നിട്ടും അവിടുത്തെ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച് ലൈറ്റ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ വീട്ടുകാർ കരുതുന്നത് അവിടെ പ്രേതം വന്നു എന്നൊക്കെയാണ്. ഇതാണ് സ്ഥിരമായിട്ട് അവർ ചെയ്യുന്നത്. അല്ലാതെ അവന് പ്രേതത്തെ പിടിക്കുവാനുള്ള കഴിവൊന്നുമില്ല. കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു. അത് തന്നെയാണ്. ഒരിക്കൽ റുഹാനെ ഒരു രാജകുടുംബത്തിൽ നിന്നും വിളിപ്പിക്കുകയാണ്. അവിടെ മരണപ്പെട്ടു പോയ മീര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പ്രേതത്തെ അയാൾക്ക് കാണണം, സംസാരിക്കണം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞതും. റുഹാനാണെങ്കിൽ അതിന് വല്ല കഴിവുമുണ്ടോ? ഇല്ല. അസിസ്റ്റന്റ് ഉടനെ തന്നെ മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കുവാനായും പോകും. എന്നാൽ അവിടെ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആകുകയും ഒക്കെ ചെയ്തു. റുഹാനാണെങ്കിൽ മീര മീര എന്ന് വിളിച്ചു തന്നെ നടക്കും. എന്നാൽ ലൈറ്റ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്റെ അസിസ്റ്റന്റ് അല്ല എന്ന കാര്യം റുഹാന് മനസ്സിലായി. യഥാർത്ഥത്തിൽ അവിടേക്ക് ആ ഒരു പ്രേതം വരും. അത് കണ്ട് റുഹാൻ വല്ലാതെ പേടിക്കും. എന്തിനാ നീ എന്നെ വിളിക്കുന്നതെന്ന് ആ പ്രേതാത്മാവ് അവനോട് ചോദിച്ചു. റുഹാന് പ്രേതത്തെ ഓട്ടിക്കാൻ വല്ല കഴിവുമുണ്ടോ? ഇല്ലല്ലോ. അവന് നേരിൽ പ്രേതത്തെ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഉടനെ തന്നെ അവൻ ആ പ്രേതാത്മാവിനോട്, എനിക്ക് അങ്ങനെ ഒരു കഴിവുമില്ല, ഞാൻ ഈ ലൈറ്റ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ഒക്കെ ചെയ്താണ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള സത്യവും എല്ലാം ആ ഒരു പ്രേതത്തിനോട് തുറന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ റുഹാന് പണി കൊടുത്തതായിരുന്നു. ആ പെൺകുട്ടി മരിച്ചിട്ടൊന്നുമില്ല. അവൻ ആ പറയുന്നതെല്ലാം ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളാണെങ്കിൽ ഷൂട്ട് ചെയ്തു വെക്കും. ആ ഒരു വീഡിയോ വെച്ച് റുഹാനെ അവർ വല്ലാതെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനായും തുടങ്ങി. അവർക്ക് മറ്റൊരാവശ്യം റുഹാനെ കൊണ്ടുണ്ട്. അവർ പറയുന്ന സ്ഥലത്തേക്ക് അവൻ ചെല്ലണമെന്ന് പറയും. വേറെ വഴിയില്ലാതെ അവർക്ക് രണ്ടാൾക്കുമൊപ്പം അവൻ പോകുവാനായും തീരുമാനിച്ചു. ട്രെയിനിലാണ് പോകുന്നതും. രാജകുടുംബത്തിൽപ്പെട്ടവർ ട്രെയിനിൽ എന്തിനാ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്ത റുഹാൻ ഉണ്ടാവുകയാണ്. അവന്റെ ചോദ്യങ്ങൾക്കൊന്നും മീര എന്ന പെൺകുട്ടി മറുപടി കൊടുക്കുന്നതേയില്ല. അങ്ങനെ അവർ ആ പറഞ്ഞ സ്ഥലത്തേക്കും എത്തി. റുഹാനെ കണ്ടതും എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നതും. ഇവരെല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന റുഹാന്റെ ചോദ്യത്തിന്, അത് നിനക്ക് വഴിയെ മനസ്സിലാകും എന്നായിരുന്നു മീരയുടെ മറുപടി. അങ്ങനെ മീരയും അങ്കിളും ചേർന്ന് റുഹാനെ അവിടെയുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നതും. ആ കൊട്ടാരത്തിൽ ഇപ്പോൾ ആൾതാമസമൊന്നുമില്ല. അവിടെ താമസിച്ചിരുന്നവരെല്ലാം അടുത്തുള്ള കന്നുകാലികളെയൊക്കെ വളർത്തുന്ന സ്ഥലത്താണ് താമസിക്കുന്നതും. അതെന്താ ഇങ്ങനെയെന്ന് റുഹാൻ ചോദിക്കുമ്പോൾ മീര പറയും, ആ കൊട്ടാരത്തിൽ പ്രേതബാധയുണ്ടെന്നൊക്കെയാ എല്ലാവരും പറയുന്നത്. പക്ഷേ അവിടെ അങ്ങനെയൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കൊട്ടാരം വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ താമസിക്കുന്നവർക്ക് നന്നായി ജീവിക്കാനായും പറ്റൂ. അതിനാ കൊട്ടാരത്തിൽ പ്രേതബാധയൊന്നുമില്ലെന്ന് വരുത്തി തീർക്കണം. നീ എന്റെ അച്ഛന് മുന്നിൽ മന്ത്രവാദിയായിട്ട് അഭിനയിക്കണം. അതിനെ കുറച്ച് മന്ത്രവാദങ്ങളൊക്കെ നീ ചെയ്യണമെന്ന് മീര പറയും. അതിന് റുഹാനും സമ്മതിക്കും. അന്നേ ദിവസം രാത്രി തന്നെ റുഹാനെയും മീരയും കാണുവാനായിട്ട് അവരുടെ കൊട്ടാരത്തിൽ തന്നെ ഒരു സ്വാമി വരികയായിരുന്നു. ആ സ്വാമി റുഹാനോട് നല്ല മാന്യമായി സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതും. അതിനൊരു കാരണമുണ്ട്.
ആ കാരണം ആ ഒരു സ്വാമി അവനോട് പറയും. എന്തെന്നാൽ 200 വർഷം മുമ്പ് ആ ഒരു കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ദേവേന്ദ്ര എന്നൊരാളിന്റെ പുനർജന്മമായിരുന്നു ഈ റുഹാൻ. അവർ ഇത്രയും നാളായിട്ട് കാത്തിരുന്നത് 200 വർഷം മുമ്പ് കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരാളിന്റെ പുനർജന്മത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരാൾ പുനർജനിച്ച് വന്നാൽ മാത്രമേ കൊട്ടാരത്തിലുള്ള ആ ഒരു പ്രേതാത്മാവിനെ തളയ്ക്കുവാനായും പറ്റൂ. യഥാർത്ഥത്തിൽ അവിടെ പ്രേതാത്മാവ് ഉണ്ടെന്നും സ്വാമി പറയും. അതെല്ലാം കേട്ട് റുഹാൻ ഞെട്ടിപ്പോകും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും റുഹാൻ വിശ്വസിക്കുവാനായും കൂട്ടാക്കിയില്ല. ഉടനെ തന്നെ സ്വാമി അവനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. റുഹാന് ദേവേന്ദ്രനാഥിന്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കും. റുഹാനും ഫോട്ടോയിലുള്ള ദേവേന്ദ്രനാഥും കാണാൻ ഒരുപോലെ തന്നെയായിരുന്നു. എന്നിട്ട് ആ സ്വാമി 200 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് ആ കൊട്ടാരത്തിൽ സംഭവിച്ചത് എന്നുള്ള കഥ പറഞ്ഞു കൊടുക്കും. ആ കൊട്ടാരത്തിലെ രാജാവിന് ഒരു കുഞ്ഞ് ജനിച്ചു. അതൊരു പെൺകുഞ്ഞായിരുന്നു. എന്നാൽ അവൾ വളർന്നു വലുതായപ്പോൾ നൃത്തത്തിലും ആയോധന കലയിലുമൊക്കെ മിടുക്കിയായി. അവളുടെ ആഗ്രഹം അച്ഛനു ശേഷം ആ ഒരു കൊട്ടാരത്തിന്റെ ഭരണം മുഴുവൻ അവൾക്ക് ഏറ്റെടുക്കണമെന്നാണ്. അവളുടെ അമ്മ മരണപ്പെട്ടു പോയതിനാൽ ഇനി ഒരിക്കലും ഒരു സഹോദരൻ ജനിക്കത്തില്ലല്ലോ. അതുകൊണ്ട് മുഴുവൻ അധികാരവും അവൾക്ക് തന്നെ കിട്ടും എന്ന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ആ പ്രതീക്ഷയെല്ലാം അവസാനിക്കുകയാണ്. എന്തെന്നാൽ രാജാവിന് അവിടുത്തെ ദാസിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അതൊരു ആൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞാണ് ദേവേന്ദ്രനാഥ്. എന്നാൽ ഈ രാജകുമാരിക്ക് ആ കുഞ്ഞിനെ ഒട്ടും ഇഷ്ടമേയല്ല. രാജാവിന്റെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കും. എന്നാൽ അവളാണെങ്കിൽ തക്കം കിട്ടുന്ന സമയത്തെല്ലാം കുഞ്ഞിനെ ഉപദ്രവിക്കുമായിരുന്നു. ദേവേന്ദ്ര വളർന്നു വലുതായി. ഇനി എന്തായാലും ആണായിട്ടുള്ള ദേവേന്ദ്രനാഥിന് മാത്രമേ കൊട്ടാരത്തിന്റെ അധികാരം പോകൂ എന്ന കാര്യം രാജകുമാരിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദേവേന്ദ്രനാഥിനെ കൊല്ലുവാനായിട്ടും അവൾ തീരുമാനിക്കും. തക്കം കിട്ടിയപ്പോൾ അവൾ കത്തിക്കൊണ്ട് കുത്തി അവനെ കൊന്നുകളഞ്ഞു. അത് രാജാവ് അറിയുകയാണ്. തന്റെ മകളെന്ന് പോലും നോക്കാതെ രാജകുമാരിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവളെ കത്തിച്ചു കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും അവളുടെ പ്രതികാരം തീർന്നില്ല. അവൾ പ്രേതാത്മാവായി വന്ന് രാജാവ് ഉൾപ്പെടെ രാജാവിന്റെ സൈന്യത്തെ വരെ കൊന്നുകളഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൽ സംഭവിച്ചത്. ഈ സ്വാമിയുടെ പൂർവികരാണ് മുൻപ് അവളെ തളയ്ക്കുവാനായിട്ട് ശ്രമിച്ചതും. എന്നാൽ അവളെ ഇതുവരെ തളച്ചിട്ടില്ല. കൊട്ടാരത്തിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പൂർവ്വ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തെന്നാൽ കൊട്ടാരവുമായി രക്തബന്ധമുള്ള ആളോ അനന്തരാവകാശിയോ ആരെങ്കിലും പുനർജനിച്ചു വന്നാൽ മാത്രമേ ആ ഒരു പ്രേതാത്മാവിനെ തളയ്ക്കാനായി പറ്റൂ. അങ്ങനെ 200 വർഷങ്ങൾക്ക് ശേഷം ദേവേന്ദ്രനാഥ പുനർജനിച്ചാണ് റുഹാനായി എത്തിയിരിക്കുന്നതും. റുഹാനെ കൊണ്ട് മാത്രമേ ആ ഒരു പ്രേതാത്മാവിനെ തളയ്ക്കാനായി പറ്റുമെന്നും സ്വാമി പറയും. ഈ വരുന്ന ദുർഗാഷ്ടമിക്കാണ് രാജകുമാരിയുടെ ആത്മാവിനെ തളയ്ക്കേണ്ടതെന്നും സ്വാമി പറയും. അതെല്ലാം കേട്ടു നിൽക്കുകയാണ് റുഹാൻ. റുഹാൻ വന്നതോടുകൂടി കൊട്ടാരത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾക്കെല്ലാം സമാധാനവും സന്തോഷവും കിട്ടി. അവരെല്ലാം ആ ഒരു കാലിത്തൊഴുത്ത് പോലുള്ള സ്ഥലത്തു നിന്നും നേരെ കൊട്ടാരത്തിലേക്ക് താമസം മാറുകയും ചെയ്തു. രാജകുടുംബത്തിലെ അംഗമാണ് താനെന്ന് മനസ്സിലാക്കിയ റുഹാന് ചെറിയ അഹങ്കാരമൊക്കെ വന്നു തുടങ്ങി. എന്നാൽ മീരയ്ക്കാണെങ്കിൽ അവിടെ പ്രേതാത്മാവുണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. അവൾക്ക് എങ്ങനെയും ആ ഒരു കൊട്ടാരം വിൽക്കണം. അതിന് ഏകദേശം 1000 കോടി രൂപ വിലമതിക്കുന്നതാണ്. അക്കാര്യമെല്ലാം അവൾ റുഹാനോട് പറയും. എന്തായാലും നിന്നെ അച്ഛന് വലിയ വിശ്വാസമായി. ദുർഗാഷ്ടമിയുടെ അന്ന് നീ കുറച്ച് മന്ത്രങ്ങളൊക്കെ ചെയ്. അത് കഴിഞ്ഞ് എനിക്ക് ഈ കൊട്ടാരം ഒന്ന് വിൽക്കണം. ഇതിന് ഏകദേശം 1000 കോടി വിലമതിക്കുമെന്ന് മീര പറയുന്നു. അതെല്ലാം കേട്ട് റുഹാന്റെ കണ്ണു തള്ളും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ റുഹാനെയും ഒരു രാജകുമാരന്റെ വേഷമൊക്കെ ധരിപ്പിച്ച് അവനെ കൊട്ടാരത്തിലേക്കും സ്വീകരിക്കുകയാണ്. ദേവേന്ദ്രനാഥ പുനർജനിച്ചതാണ് റുഹാൻ എന്ന കാര്യം നാട്ടിലുള്ളവരെല്ലാവരും അറിഞ്ഞു. കൊട്ടാരം പുതുക്കി പണിയുന്നതിന് വേണ്ടി നാട്ടുകാരെല്ലാവരും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുർഗാഷ്ടമി എത്തുന്നതിന് മുൻപ് പൂജാകർമ്മങ്ങളൊക്കെ ആരംഭിച്ചു. പൂജാകർമ്മങ്ങൾ തുടങ്ങിയ സമയം തന്നെ രാജകുമാരിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അത് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേസമയം തന്നെ ആ രാജകുമാരിയുടെ പ്രേതത്തിനെ പൂട്ടിയിട്ടിരുന്ന റൂം തുറന്ന് അവിടെ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരും. പിന്നീട് പൂജാകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്കൊരു സ്ത്രീ നടന്നു വരികയാണ്. അവളുടെ പേരാണ് മല്ലിക. മല്ലിക കൊട്ടാരത്തിലുള്ളവരോട് പറയും, നിങ്ങൾ കൊട്ടാരം പുതുക്കി പണിയുവാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചില്ലേ? അയാൾ കുറച്ചു ദിവസത്തേക്ക് ലീവാണ്. അതുകൊണ്ട് അതുവരെ എന്നെയാണ് കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും പറയും. റുഹാന്റെ പുനർജന്മ കഥകളെല്ലാം മല്ലിക അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയും സഹോദരിയെയും മഞ്ജുലിക്കയും പറ്റി വല്ല കാര്യവും ഓർമ്മയുണ്ടോ എന്ന് റുഹാനോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്നായിരുന്നു റുഹാന്റെ മറുപടിയും. മല്ലികയുടെ ചോദ്യങ്ങളെല്ലാം റുഹാനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊട്ടാരം പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി മല്ലിക അവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ മല്ലിക തന്റെ റൂമിലേക്ക് പോകും. അന്നേ ദിവസം ഉറങ്ങുവാനായി കിടന്ന റുഹാനാണെങ്കിൽ ഒരു സ്വപ്നം കാണുകയായിരുന്നു. മീര തന്റെ അടുത്തേക്ക് പ്രേതമായി വരുന്നു എന്നായിരുന്നു ആ സ്വപ്നം. സ്വപ്നം കണ്ടതും അവൻ പേടിച്ച് ഞെട്ടി ഉണരും. അതേസമയം തന്നെ അടുത്തുള്ള ജനലിൽ മാറി നിന്ന് അവനെ നോക്കുകയായിരുന്നു മല്ലികയും.
അടുത്ത ദിവസം തന്നെ ഉറക്കമുണർന്ന റുഹാൻ അക്കാര്യം മീരയോട് പറയും. അതൊരു സ്വപ്നമല്ലേ എന്ന് പറഞ്ഞ് അവൾ അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്തതും. എന്നാൽ മറ്റൊരു വശത്ത് മല്ലികയാണെങ്കിലോ മഞ്ജുലികയുടെ ആയുധങ്ങളൊക്കെ വെച്ചിരുന്ന റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെയുണ്ടായിരുന്ന ഒരു കത്തിയൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ രാജാവും രാജാവിന്റെ ബന്ധുവും അവിടേക്ക് വരും. ബന്ധുവാരെന്നാൽ മീരയുടെ അങ്കിൾ. എന്നിട്ട് പറയും, ഇതെല്ലാം മഞ്ജുലികയുടെ ആയുധങ്ങളാ. ഈ രാജ്യത്തെ മഞ്ജുലികയെ പോലെ അത്രയും ഉന്നമുള്ള ഒരു പെൺകുട്ടി വേറെ ഇല്ലെന്നും രാജാവും രാജാവിന്റെ ബന്ധുവും പറയും. എന്നാൽ അത് കേട്ട് മല്ലിക ഒന്ന് പുഞ്ചിരിക്കും. അതേസമയം തന്നെ രാജാവിനൊരു പ്രാണി ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. മല്ലിക ചോദിക്കും, എങ്കിൽ ശരി, ഞാനൊന്ന് ഉന്നം പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ഉന്നം പരീക്ഷിക്കുന്ന ആ ഒരു ബൊമ്മയിലേക്ക് എറിയും. പക്ഷേ ബൊമ്മയിലല്ല കൊണ്ടത്, അടുത്തുണ്ടായിരുന്ന ബോർഡിലായിരുന്നു. അത് കണ്ട് രാജാവും ആ ഒരു ബന്ധുവും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. കാരണം മഞ്ജുലികയുടെ അത്ര ഉന്നം മറ്റാർക്കും ഇല്ലല്ലോ എന്നാണ് അവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നതും. പക്ഷേ അവർക്ക് തെറ്റി. രാജാവിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കുഞ്ഞു പ്രാണിയാണ് തന്റെ കത്തി കൊണ്ടെറിഞ്ഞ് അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നതും. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, മഞ്ജുലികയ്ക്കുള്ള അതേ കഴിവുകൾ തന്നെയാണ് മല്ലികയ്ക്കുമുള്ളത്. ഇവർ തമ്മിൽ എന്തോ കണക്ഷനുമുണ്ട്. എന്നാൽ അന്ന് റൂമിലെത്തിയ റുഹാനാണെങ്കിൽ അവിടുത്തെ റേഡിയോയിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. അത് മറ്റാരുടെയും ശബ്ദമല്ല, മഞ്ജുലികയുടെ ശബ്ദമായിരുന്നു. സഹോദരാ, നീ തിരികെ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാനും ആ കഥക് തുറന്ന് ഉടനെ തന്നെ വരും നിന്നെ കൊല്ലാൻ. പക്ഷേ അന്ന് കൊന്നതുപോലെയല്ല, നിന്നെ ഞാൻ കത്തിച്ചു കൊല്ലുവാനാണ് പോകുന്നത് എന്നായിരുന്നു മഞ്ജുലിക പറഞ്ഞതും. അത് കേട്ടതും റുഹാന് പേടിയാകുവാനും തുടങ്ങി. റൂമിൽ നിന്നും പേടിച്ചോടി പുറത്തേക്ക് വന്ന റുഹാൻ കണ്ടത് ദേവേന്ദ്രനാഥിന്റെ ആ ഒരു ഫോട്ടോ നിന്ന് കത്തുന്നതാണ്. അതിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി. അവിടെ പ്രേതമുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. താൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും അവന് മനസ്സിലായി. ഉടനെ തന്നെ കൊട്ടാരം വിടുവാനായിട്ടും അവൻ തീരുമാനിക്കും. അവൻ അവന്റെ സഹായിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. സഹായി പറയും, ഇനി നമ്മൾ നാട്ടിലേക്ക് ചെന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം ACP കണ്ടുപിടിച്ചു. നമ്മളെ അവർ പൊക്കുമെന്നും കൂട്ടാളി പറയുകയാണ്. അത് കേട്ട് അവനും ആകെ പേടിയായി. പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ മീരയുടെ ഫോണിലുള്ള ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവനൊരു ഐഡിയ ചെയ്യും. അവിടെയുള്ളൊരു പയ്യനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവനെ കൊണ്ട് മീരയുടെ ഫോൺ എടുപ്പിക്കും. ഫോൺ അവൻ ലോക്ക് അഴിച്ച് നോക്കിയ സമയത്താണ് മീരയാണെങ്കിൽ റുഹാൻ അറിയാതെ അവന്റെ ഫോട്ടോയൊക്കെ എടുത്തിരിക്കുന്നതും കാണുന്നത്. അത് കണ്ടതും റുഹാൻ ഒരു കാര്യം മനസ്സിലായി, മീര താൻ അറിയാതെ തന്നെ പ്രണയിക്കുന്നുവെന്ന്. അത് കണ്ട റുഹാൻ ആണെങ്കിൽ മറ്റേ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാനൊന്നും നിന്നില്ല. ഇനി ആ കൊട്ടാരത്തിൽ പോണോ വേണ്ടയോ എന്നുള്ള ചിന്തയും അവനുണ്ടായി. കാരണം മീര അവനെ പ്രണയിക്കുകയാണല്ലോ. കൊട്ടാരത്തിൽ നിന്നും പോകണ്ട എന്ന് തന്നെ അവൻ തീരുമാനത്തിലെത്തും. അവൻ ആ ഫോട്ടോയുമായി മീരയുടെ അടുത്തേക്ക് എത്തും. എന്നിട്ട് മീരയോട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് അവൾ അവനെ പ്രണയിക്കുന്ന കാര്യം അവനോട് പറയുന്നു. അത് കേട്ട് റുഹാനും ഒരുപാട് സന്തോഷമാകും. അതിനുശേഷം മീര റുഹാനെയും കൂട്ടി നേരെ പോകുന്നത് ദേവേന്ദ്രനാഥും പത്നിയും ഇരിക്കുന്ന ഫോട്ടോയുടെ അടുത്തേക്കായിരുന്നു. ആ ഫോട്ടോയിൽ ദേവേന്ദ്രനാഥിന്റെ വൈഫിന്റെ മുഖത്തിന്റെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആ ഒരു രൂപം കണ്ടിട്ട് റുഹാൻ പറയും, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിന്നെ പോലെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എന്റെ പത്നി നീയായിരുന്നു എന്നാണ്. എന്നിട്ട് അവർ അതും പറഞ്ഞ് അവിടേക്ക് നടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റ് എല്ലാം കത്തുകയും അണയുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിലേക്ക് മഞ്ജുലികയെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു റൂമിന്റെ താഴെ വന്ന് വീഴുന്നു. അത് കണ്ടതും രണ്ടാൾക്കും പേടിയാകുവാനായി തുടങ്ങി. ഉടനെ തന്നെ അവർക്ക് മുന്നിലേക്ക് മുഖംമൂടി ധരിച്ച ഒരു രൂപം വന്ന് നിൽക്കും. അത് കണ്ടതും റുഹാനും മീരയും പേടിക്കുവാനായും തുടങ്ങി. രണ്ടാളും അവിടെ നിന്നും ഓടും. ഓടുന്ന സമയത്തെല്ലാം ആ മുഖംമൂടി ധരിച്ച രൂപം അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ ഓടിച്ചെന്നെത്തിയത് മല്ലികയ്ക്ക് അടുത്തേക്കായിരുന്നു. മല്ലിക അവരെ രക്ഷിക്കുമെന്ന് നോക്കിയപ്പോൾ രണ്ടാളുടെയും കൈ പിടിച്ച് മല്ലിക നേരെ പോയത് ആ ഒരു റൂമിലേക്ക് തന്നെയായിരുന്നു. ആ രൂപത്തിനടുത്ത് ചെന്ന് നിന്നിട്ട് അതിന്റെ മുഖംമൂടി വലിച്ചു കീറി നോക്കിയപ്പോൾ കണ്ടത് ആരെന്നാൽ ആ ഒരു പണ്ഡിറ്റ് കുടുംബത്തിൽപ്പെട്ട സ്ത്രീ തന്നെയായിരുന്നു. പണ്ഡിറ്റ് കുടുംബത്തിലെ 3 പേരാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവരാണ് ഈ കൊട്ടാരത്തിൽ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതും. അവരോട് ഇതിന് പിന്നിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ സത്യാവസ്ഥ തുറന്നു പറയുന്നു. അവർ ആ നാട്ടിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പോകും വഴിയിൽ നല്ല കാറ്റും മഴയും. എവിടെയെങ്കിലും കയറി നിൽക്കണമല്ലോ എന്നവർ ചിന്തിക്കും. അവർ രാജകൊട്ടാരത്തിന് മുന്നിലാണ് എത്തിയത്. ഉടനെ തന്നെ അവർ രാജകൊട്ടാരത്തിനുള്ളിലേക്ക് കയറി. അവർക്ക് ഈ മഞ്ജുലികയുടെ കഥയെല്ലാം അറിയാമായിരുന്നു. പേടിച്ചാണ് അവർ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറിയതും. എന്നാൽ അതേസമയം മഞ്ജുലികയെ അടച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു റൂമുണ്ടല്ലോ, അത് തുറന്നു കിടക്കുകയാണ്. അതിന്റെ താഴും തറയിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടതോടുകൂടി അവിടെ ഒരു പ്രേതവുമില്ല ഭൂതവുമില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ നാട്ടുകാർക്കിടയിലാണെങ്കിലോ അവിടെ പ്രേതമുണ്ട് എന്നൊരു വാർത്ത തന്നെ നിലനിൽക്കുന്നുമുണ്ട്. പ്രേതമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ 3 പേരും ആരും അറിയാതെ രാജകൊട്ടാരത്തിൽ താമസിക്കുവാനായും തീരുമാനിച്ചു. അവർ പോകുന്നതും വരുന്നതുമെല്ലാം പുറകിലുള്ള ജനൽ വഴിയായിരുന്നു.
എന്നാൽ അതേ സമയത്തായിരുന്നു രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും അവിടേക്ക് താമസം മാറുന്ന കാര്യം അവരറിഞ്ഞതും. മാത്രമല്ല ആ ഒരു പുനർജന്മ കഥയും അവരറിഞ്ഞതും. എങ്ങനെയും കൊട്ടാരത്തിലുള്ളവരെയൊക്കെ ഓടിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവർ മഞ്ജുലിക്കയുടെ പ്രേതമായിട്ട് അഭിനയിച്ചതും അങ്ങനെ ഒരു കഥ നിലനിർത്തിക്കൊണ്ടു പോയതും. കൊട്ടാരത്തിൽ പ്രേതമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി മീരയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്യാം. എന്തായാലും ഇവിടെ പ്രേതമൊന്നുമില്ലല്ലോ, നമുക്കിത് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം, പ്രേതം ഒഴിപ്പിക്കുന്നത് പോലെ ഒരു കർമ്മം ചെയ്യാം എന്നൊക്കെ അവർ തീരുമാനിക്കും. റുഹാൻ മല്ലികയോട് ഒരു സഹായം ചോദിക്കും. അന്നാ പൂജ നടക്കുന്ന സമയത്തെ മഞ്ജുലികയായിട്ട് ഒന്ന് അഭിനയിക്കാനായി പറ്റുമോ? അത് കേട്ട മല്ലിക പുഞ്ചിരിച്ചുകൊണ്ട് ആ ഒരു ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ റുഹാൻ ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം കൊട്ടാരത്തിലേക്ക് വിളിച്ചു ചേർക്കും. എന്നിട്ട് അവിടെ ഒരു പൂജ നടത്തുകയാണ്. മഞ്ജുലികയെ തളച്ചിട്ടിരുന്ന ആ ഒരു റൂമിന് മുന്നിലേക്ക് റുഹാൻ എത്തുകയാണ്. കൂടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. എന്നാൽ അകത്തു നിന്നും മല്ലികയാണെങ്കിലോ പ്രേതാത്മാവിനെ പോലെ സംസാരിക്കും. റുഹാനും പുറത്തുനിന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ റുഹാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരുന്നു മല്ലികയുടെ അഭിനയം. യഥാർത്ഥത്തിൽ ഒരു പ്രേതാത്മാവ് കൂടിയാൽ എങ്ങനെ സംസാരിക്കും അതുപോലെ തന്നെയായിരുന്നു മല്ലിക സംസാരിച്ചതും. ബംഗാളി ഭാഷയിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ കൊന്നൊടുക്കും എന്നായിരുന്നു മല്ലിക പറഞ്ഞുകൊണ്ടിരുന്നതും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഡോർ തുറക്കുകയും ചെയ്തു. അകത്തേക്ക് കയറി നോക്കിയ സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതെല്ലാം അവിടുത്തെ സ്വാമി കണ്ടുകൊണ്ടുവരും. വിവരമറിഞ്ഞ സ്വാമിയാണെങ്കിൽ റുഹാനെയും മീരയും ഒക്കെ ഒരുപാട് വഴക്ക് പറയും. സ്വാമിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദുർഗാഷ്ടമി ദിവസം മാത്രമേ ആ ഒരു വാതിൽ തുറക്കാവൂ എന്നല്ലേ? നിങ്ങൾ അത് കേൾക്കാതെ ഡോറ് തുറന്നിട്ടുണ്ട് എങ്കിൽ ഇനി വരാൻ പോകുന്നതെല്ലാം നിങ്ങൾ അനുഭവിച്ചോളണം. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാനേ പറ്റുന്നില്ല എന്നായിരുന്നു സ്വാമി പറഞ്ഞതും. എന്നാൽ അത് കേട്ട മീര പറയും, അതിന് ഈ വാതിൽ ഇതിനു മുൻപേ തുറന്നിരുന്നു. ദേ ആ മൂവർ സംഘമാണ് ഈ ഒരു വാതിൽ തുറന്നിരുന്നതെന്നും സ്വാമിയോട് പറയും. അത് കേട്ട സ്വാമി പറയും, ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ മഞ്ജുലികയുടെ ആത്മാവ് ഇതിനു മുൻപേ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൾ അടങ്ങിയിരിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അവൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ദേവേന്ദ്രനാഥ് പുനർജനിച്ചു വരുന്ന റുഹാന് വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത് എന്ന് സ്വാമി പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കൊട്ടാരം പുതുക്കിപ്പണിയിൽ നടക്കുകയാണല്ലോ. അതുമായി സംബന്ധിച്ചുള്ള പണികൾ നടക്കുമ്പോൾ ഒരു ഭിത്തി ഇടിക്കുന്ന സമയത്ത് അത് ഇടിഞ്ഞു വീണ് അതിനുള്ളിലായിട്ട് ഒരു വാതിലും കാണുന്നു. ആ വാതിലിന് പരിസരത്തായിട്ട് മന്ത്രത്തകിടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വാതിലും തുറന്ന് അതിനുള്ളിലായി മറ്റൊരു വാതിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വാതിലാണെങ്കിൽ താഴിട്ട് ബന്ധിച്ച നിലയിലായിരുന്നു. മാത്രവുമല്ല നിറയെ തകിടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവരും വന്ന് നോക്കുന്ന സമയത്ത് സ്വാമിക്ക് അതെന്താണെന്ന് അറിയത്തേയില്ല. ഇങ്ങനെയൊരു വാതിലിനെ പറ്റി എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കി മനസ്സിലാക്കണമെന്ന് സ്വാമി പറയും. എന്നിട്ട് സ്വാമി ആ വാതിലിനെ കുറിച്ച് കണ്ടുപിടിക്കുവാനായിട്ട് അവിടെ നിന്നും പോവുകയായിരുന്നു. മറ്റൊരു വശത്ത് മീരയുടെ അച്ഛനായ രാജാവിന് ആകെ ടെൻഷൻ. എങ്ങനെയെങ്കിലും ആ കൊട്ടാരം വിൽക്കാമെന്നായിരുന്നല്ലോ അയാൾ കരുതിയിരുന്നത്. പ്രേതാത്മാവ് ഒരു വശത്ത്, മന്ത്രത്തകിടുകൾ കൊണ്ട് ജപിച്ച ആർക്കും അറിയാത്ത ഒരു വാതിൽ മറ്റൊരു വശത്ത്. ടെൻഷനിലിരിക്കുകയാണ് രാജാവ്. അതേസമയം തന്നെ റുഹാൻ രാജാവിന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു കതവ് തുറക്കുവാനായിട്ട് നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ ഓക്കെയാണെന്ന് പറയും. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി റുഹാനാണെങ്കിൽ കതക് തുറക്കുവാനായും തീരുമാനിക്കുന്നു. എന്നാലും മീരയുടെ അച്ഛന് ഒരു ടെൻഷനുണ്ട്. ആ ഒരു സ്വാമി ആ ഒരു വാതിൽ തുറക്കുന്നതിനെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. ഗ്രന്ഥങ്ങൾ നോക്കി വാതിലിനെ പറ്റി അറിയുവാനായി പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതറിഞ്ഞിട്ട് പോരെ എന്നുള്ള ചിന്തകളൊക്കെ രാജാവിന്റെ മനസ്സിലുണ്ടാകുന്നുമുണ്ട്. റുഹാൻ ആ മന്ത്രത്തകിടുകളെല്ലാം വലിച്ചു പൊട്ടിച്ചു കളഞ്ഞിട്ട് കതകും കുത്തി തുറക്കും. പക്ഷെ പ്രത്യേകിച്ചൊരു മാറ്റവും തന്നെ ഉണ്ടായില്ല. എന്നാൽ കൊട്ടാരത്തിന് വെളിയിലാണെങ്കിൽ കാക്കകൾ ശബ്ദമുണ്ടാക്കി പറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സ്വാമി അവിടേക്ക് വരും. ഞാൻ നിങ്ങളോട് ഈ ഒരു വാതിൽ തുറക്കരുതെന്നല്ലേ പറഞ്ഞത്? ഇനി വരുന്നതെല്ലാം നിങ്ങൾ അനുഭവിച്ചു. ഗ്രന്ഥങ്ങൾ പരിശോധിച്ച സമയത്ത് അതിൽ നിന്നും ഒരിക്കലൊരു കാര്യം മനസ്സിലായി എന്ന് പറയും. പിന്നീട് 200 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ് കാണിക്കുന്നത്. എന്തെന്നാൽ രാജാവിന് മഞ്ജുലിക മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റൊരു മകൾ കൂടി ഉണ്ടായിരുന്നു, അഞ്ജുലിക. മഞ്ജുലികയെ പോലെ തന്നെയായിരുന്നു അഞ്ജുലികയും. എല്ലാ കാര്യത്തിലും നല്ല കഴിവുള്ള കുട്ടിയാണ്. ഡാൻസിലും പിന്നെ ആയുധകലയിലുമൊക്കെ അവൾ മിടുക്കിയായിരുന്നു. രണ്ടുപേരും കൊട്ടാരത്തിൽ നൃത്തം ചെയ്യും. രണ്ടുപേരുടെയും ആഗ്രഹം എന്തെന്നാൽ കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയാകണമെന്നായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അച്ഛന്റെ കാലശേഷം അധികാരത്തിലൊരു നോട്ടമുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അച്ഛൻ പ്രഖ്യാപിക്കുന്നത് ദേവേന്ദ്രനാഥാണ് അടുത്ത അനന്തരാവകാശി എന്നാണ്. അത് രണ്ടാൾക്കും സഹിക്കാനായും പറ്റിയില്ല. ആ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ കൊട്ടാരത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരും. അവളുടെ പേരാണ് മന്ത്ര. മന്ത്രയെ എല്ലാവർക്കും മുന്നിൽ രാജാവ് പരിചയപ്പെടുത്തുകയാണ്. രാജാവ് ആരെന്നാൽ മീരയുടെ അച്ഛൻ.
മീരയുടെ അച്ഛൻ പറയും, ഈ കൊട്ടാരം വാങ്ങുവാനായിട്ട് ഇവർക്ക് താല്പര്യമുണ്ട്. മറ്റൊരു കൊട്ടാരത്തിലെ രാജകുമാരിയാണ് ഇതെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നതും. കുറച്ചു ദിവസത്തേക്ക് അവിടെ മന്ത്ര കാണുമെന്നും രാജാവ് പറയുകയാണ്. എന്നാൽ റുഹാന് മന്ത്ര എന്തൊക്കെയോ സംശയമുണ്ടായിരുന്നു. മന്ത്ര താമസിക്കുവാനായി തീരുമാനിച്ചത് മഞ്ജുലികയെ അടച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞ ഒരു മുറിയുണ്ടല്ലോ, അതിൽ തന്നെയായിരുന്നു. മന്ത്രയാണെങ്കിൽ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് മല്ലികയെ കാണും. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കും. അതിനുശേഷം രണ്ടുപേരും പരസ്പരം കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ പുറത്ത് കറങ്ങിക്കൊണ്ടിരുന്ന കാക്കകളാണെങ്കിൽ ചത്തു വീഴുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന സ്വാമി പറയും, അവളുടെ ആത്മാവ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. പക്ഷേ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവളെ തളയ്ക്കാൻ ദേവേന്ദ്രനാഥിന്റെ പുനർജന്മമായ റുഹാന് മാത്രമേ പറ്റൂ. എങ്ങനെയാണോ അവളെ കൊന്നത് അതുപോലെ തന്നെ അവളുടെ ആത്മാവിനോടും ചെയ്യണം. അത് മാത്രമേ അവളെ തളയ്ക്കുവാനായിട്ടൊരു വഴിയുള്ളൂ എന്ന് സ്വാമി പറയും. അടുത്ത ദിവസം മീരയും റുഹാനും മന്ത്രയെ സ്ഥലങ്ങളൊക്കെ കാണിക്കുവാനായി കൊണ്ടുപോകും. അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് മന്ത്ര താൻ വരുന്നില്ല എന്ന് പറയും. എന്നാൽ വീണ്ടും വീണ്ടും അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്ന സമയത്ത് മന്ത്ര അവരോട് ദേഷ്യപ്പെട്ടു. ഞാൻ ദൈവവിശ്വാസി അല്ല എന്നായിരുന്നു മന്ത്ര പറഞ്ഞതും. അതൊക്കെ കേൾക്കുന്ന സമയത്ത് റുഹാനും മന്ത്രയെ വല്ലാതെ സംശയമുണ്ടാകുവാനായും തുടങ്ങി. എന്നാൽ മറ്റൊരു വശത്ത് കൊട്ടാരത്തിൽ നിന്നും മഞ്ജുലികയുടെ ഫോട്ടോ കിട്ടുകയാണ്. അതിൽ യഥാർത്ഥത്തിൽ മഞ്ജുലികയുടെ മുഖം നോക്കുവാനായിട്ട് മീര ശ്രമിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും മല്ലിക കൈതട്ടി എന്തോ സാധനം താഴേക്കിടും. അതോടുകൂടി ആ ഫോട്ടോയിലുണ്ടായിരുന്ന രൂപം കാണാൻ പറ്റാതെയുമായി. അത് കണ്ടതും മീരയ്ക്ക് മല്ലികയെ എന്തൊക്കെയോ സംശയം തോന്നുവാനായും തുടങ്ങി. എന്നാൽ മറ്റൊരു വശത്ത് റുഹാനും ആ മൂവർ സംഘത്തിലെ 2 പുരുഷന്മാരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വസ്ത്രം മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കും. ഒരു പ്രേതാത്മാവിനെ പോലെ അവരെ ഉപദ്രവിക്കുവാനായും തുടങ്ങി. അത് കണ്ടതും അവർ 3 പേരും അവിടെ നിന്ന് പേടിച്ചോടും. അതേസമയം തന്നെ അവിടെ ജനലിൽ ഒരു നിഴൽ കാണുന്നുണ്ടായിരുന്നു. അത് റുഹാൻ കണ്ടു. ആ ജനലിനപ്പുറത്ത് നിന്നത് മറ്റാരുമല്ല, മന്ത്രയായിരുന്നു. റുഹാനാണെങ്കിൽ പേടിച്ച് പുറത്തേക്ക് വരും. അതേസമയം തന്നെ കൊട്ടാരം വാങ്ങുവാനായിട്ട് ഒരു കൂട്ടർ വന്നിരുന്നു. അവർ 800 കോടിയാണ് പറയുന്നത്. പക്ഷേ രാജാവിനാണെങ്കിൽ 1000 കോടി തന്നെ വേണം. എന്നാൽ റുഹാൻ വന്നിട്ട് പറയും, കിട്ടുന്ന കാശിന് കൊടുത്തിട്ട് പോകുന്നതല്ലേ നല്ലത്. പക്ഷേ ഈ ഒരു പ്രേതാത്മാവ് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന കാര്യമൊന്നും രാജാവിന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് 1000 കോടി തന്നെ വേണമെന്ന് പിടിച്ചു നിൽക്കുകയാണ്. റുഹാൻ എങ്ങനെയും കൊട്ടാരം വിൽക്കുവാനായിട്ട് രാജാവിനെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് ആരും വരാതായ സമയത്ത് മന്ത്രയ്ക്ക് തന്നെ കൊട്ടാരം കൊടുക്കുവാനായും തീരുമാനിച്ചു. പക്ഷെ മന്ത്ര പറയുന്നത് 100 കോടിയാണ്. ഈ 100 കോടി വളരെ കുറവല്ലേ എന്നൊക്കെ രാജാവ് പറയുമ്പോൾ എങ്ങനെയും വിറ്റ് ഒഴിച്ചാൽ മതി എന്നായിരുന്നു റുഹാനും. അതേസമയം തന്നെ വിക്കി എന്നൊരാൾ കൊട്ടാരം വാങ്ങുവാനായി വരുന്നു. ഈ വിക്കി വലിയൊരു ബിസിനസ്സുകാരനാണ്. വിക്കി 1000 കോടിക്ക് തന്നെ കൊട്ടാരം എടുത്തോളാമെന്ന് സമ്മതിക്കും. അങ്ങനെ മന്ത്രയ്ക്ക് കൊടുക്കാതെ വിക്കിക്ക് കൊടുക്കുവാനായിട്ടും തീരുമാനിച്ചു. അതേസമയം തന്നെ മല്ലികയാണെങ്കിൽ രാജാവിന്റെ സിംഹാസനം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടേക്ക് വന്ന വിക്കിക്ക് സിംഹാസനം ഒരുപാട് ഇഷ്ടമായി. ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ് സിംഹാസനം അവിടെ നിന്ന് വിക്കി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അതെല്ലാം മുകളിൽ നിന്ന് മല്ലികയും മന്ത്രയും കാണുന്നുണ്ടായിരുന്നു. മന്ത്രയ്ക്കാണെങ്കിൽ കൊട്ടാരവും കിട്ടിയില്ല, മല്ലികയ്ക്കാണെങ്കിൽ സിംഹാസനവും പോയി. ആ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു 2 പേരും. അതേസമയം തന്നെ വിക്കിയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വിക്കിക്ക് മുന്നിലൂടെ ആ ഒരു സിംഹാസനത്തിലിരുന്ന് മഞ്ജുലികയുടെ പ്രേതം പ്രത്യക്ഷപ്പെടും. വിക്കിയാണെങ്കിൽ അത് കണ്ട് പേടിക്കും. വിക്കിയെ മഞ്ജുലികയുടെ പ്രേതം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് സിംഹാസനം നേരെ കൊട്ടാരത്തിലേക്കും എത്തും. വിക്കി കൊണ്ടുപോയ സിംഹാസനം മീര കാണുകയായിരുന്നു. വിക്കി കൊണ്ടുപോയ ആ ഒരു സിംഹാസനം എങ്ങനെ ഇവിടെ എത്തി എന്ന സംശയം അവൾക്കുണ്ടായി. എന്നാൽ ആ സിംഹാസനത്തിലിരിക്കുന്നത് മല്ലിക തന്നെയായിരുന്നു. നിങ്ങൾ എന്താ ഇതിലിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇതെന്റെ സിംഹാസനമാണ്, ഇതാർക്കും കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു പ്രേതത്തെ പോലെ ആ സിംഹാസനം ഉയർത്തും. അത് കണ്ട് പേടിച്ച് മീര നേരെ ഓടിയെത്തിയത് റുഹാൻ അടുത്തേക്കായിരുന്നു. ആ മല്ലിക പ്രേതമാണെന്ന് റുഹാനോട് മീര പറയും. എന്നാൽ റുഹാൻ ചോദിക്കുന്നത്, മല്ലിക പ്രേതമോ? അപ്പോൾ ഈ ഇരിക്കുന്നതാരാ? അത് കണ്ടതും മീര ഞെട്ടിപ്പോകും. അവിടെ മല്ലികയുണ്ടായിരുന്നു. എങ്ങനെ ഒരേ ആൾ 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ അവൾ ചിന്തിക്കും. എന്നാൽ റുഹാനാണെങ്കിൽ മന്ത്രപ്രേതമാണോ എന്ന സംശയമാണ്. പക്ഷെ മീരയ്ക്ക് മല്ലിക പ്രേതമാണോ എന്ന സംശയമാണ്. രാത്രി ഉറങ്ങാനായി കിടന്ന റുഹാൻ സ്വപ്നത്തിൽ മല്ലികയും മന്ത്രയും ഒക്കെ കാണുകയാണ്. അവൻ അത് കണ്ട് പേടിച്ചുണരുന്ന സമയത്ത് അവനടുത്ത് മീര കിടന്നുറങ്ങുന്നു. ഇവളെങ്ങനാ ഇവിടെ വന്നത് എന്ന് ചിന്തിച്ച് അവൻ അവളെ വിളിച്ചുണർത്തും. എന്നിട്ട് മല്ലികയുടെയും മന്ത്രയുടെയും കാര്യങ്ങളൊക്കെ പറയും. മാത്രമല്ല അവിടെ ഒരു കസേരയിൽ മഞ്ജുലികയുടെ പ്രേതം ഇരിക്കുന്നതായും അവൻ കാണുന്നു. അവൻ പേടിച്ച് മീരയോട് അത് പറയുന്ന സമയത്ത് മീര പൊട്ടിച്ചിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് മീരയും അപ്രത്യക്ഷമാകും. അവൻ അടുത്തായി ഓരോ രൂപങ്ങൾ നിൽക്കുന്നതുമൊക്കെ കാണും. അവൻ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങിയോടും. അടുത്ത ദിവസം തന്നെ മീരയോട് വന്നിട്ട്, നീ ഇന്നലെ എന്റെ റൂമിൽ വന്ന് കിടന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ എന്റെ റൂമിൽ തന്നെയായിരുന്നു എന്ന് മീര പറയും. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായും തുടങ്ങി.
ഇനി അവിടെ നിൽക്കുന്നത് തന്റെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കിയ റുഹാൻ തന്റെ സഹായിയും കൊണ്ട് അവിടെ നിന്ന് പോകുവാനായും തീരുമാനിച്ചു. എന്നാൽ അതിനു മുൻപ് താനൊരു മന്ത്രവാദിയല്ല, തനിക്ക് പ്രേതത്തെ ഓടിക്കാനുള്ള ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നതും. പക്ഷേ വണ്ടിയിൽ കയറി എത്ര പുറത്തേക്ക് കടക്കുവാനായി ശ്രമിച്ചാലും അവൻ നോക്കുന്ന സമയത്തെല്ലാം കൊട്ടാരത്തിന് മുന്നിൽ തന്നെയാണ് അവന്റെ വണ്ടി എത്തുന്നതും. ഇവിടെ നിന്നും തനിക്ക് പുറത്തു കടക്കാൻ പറ്റില്ല എന്ന് റുഹാന് മനസ്സിലായി. സ്വാമി പറയുന്നത് എന്തെന്നാൽ, നീ കള്ളനാണെന്നൊക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം, ദുർഗാഷ്ടമി കഴിയുന്നതുവരെ ഇവിടെ നിന്ന് ആർക്കും പുറത്തു കടക്കാനാകില്ല എന്നും സ്വാമി പറയും. താനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് റുഹാൻ ചോദിക്കും. എങ്ങനെയെങ്കിലും മഞ്ജുലികയുടെ ആത്മാവിനെ തളയ്ക്കണം, അത് തന്നെയാണ് ഇനിയുള്ളൊരു പോംവഴി. ദുർഗാഷ്ടമി ദിവസം എത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ കൊട്ടാരത്തിലാണെങ്കിൽ അതിനുള്ള ഓരോ സൂചനകളും കണ്ടുവന്നുകൊണ്ടേയിരുന്നു. റുഹാനാണെങ്കിൽ മീരയെ കാണും. മീര തന്റെ ദേഹമെല്ലാം മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീപ്പെട്ടി കൊളുത്തുന്ന രീതിയിൽ നിൽക്കുകയാണ്. മീരയുടെ ദേഹത്ത് മഞ്ജുലികയുടെ പ്രേതം കടന്നിരുന്നു. എന്നിട്ട് തീ കൊളുത്തി മരിക്കുവാനുള്ള ശ്രമമാണ്. അതേസമയം റുഹാൻ പറയും, നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഞാനും നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് തന്ത്രപൂർവ്വം ആ കയ്യിലിരുന്ന തീപ്പെട്ടി അവൻ തട്ടിമാറ്റും. എന്നിട്ട് പെട്ടെന്ന് തന്നെ മീരയെ ബോധത്തിലേക്ക് കൊണ്ടുവരും. മീരയ്ക്കാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മീരയ്ക്കും കൂടി അപകടം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയ റുഹാനാണെങ്കിൽ മന്ത്രയെ കാണുവാനായി ചെല്ലും. മന്ത്രയാണെങ്കിൽ എവിടെയാണോ മഞ്ജുലികയെ കത്തിച്ചിരുന്നത് അതേ മരത്തിന് ചുവട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. നിങ്ങളാണ് മഞ്ജുലിക എന്നെനിക്കറിയാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ദയവ് ചെയ്ത് മീരയെയും മറ്റുള്ളവരെയും ദ്രോഹിക്കരുത് എന്ന് പറയുന്ന സമയത്തായിരുന്നു മീര തന്റെ ഫോണിൽ ഒരു ഫോട്ടോയും കൊണ്ട് ഓടി വന്നത്. എന്തെന്നാൽ അന്ന് മഞ്ജുലികയുടെ ഫോട്ടോയാണെങ്കിൽ അവർ നോക്കുന്ന സമയത്ത് എന്തോ വീണത് അഴിഞ്ഞു പോയിരുന്നല്ലോ. അത് യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി മീര ആ ഫോട്ടോ ക്ലീൻ ചെയ്യാനായി കൊടുത്തിരുന്നു. ക്ലീൻ ചെയ്ത ഫോട്ടോ അയാൾ മീരയ്ക്ക് അയച്ചു കൊടുത്തു. ഉടനെ തന്നെ ആ ഫോട്ടോ കണ്ട മീരയാണെങ്കിൽ റുഹാനെയും കൊണ്ടുവന്ന് കാണിക്കും. അവർ ആ ഫോട്ടോ കണ്ട് ഞെട്ടി. യഥാർത്ഥത്തിൽ മഞ്ജുലിക ആരെന്നാൽ മല്ലിക തന്നെയായിരുന്നു. മല്ലികയുടെ ഫോട്ടോയായിരുന്നു അതിലുണ്ടായിരുന്നതും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് മല്ലിക വരികയാണ്. മല്ലിക നേരെ വന്ന് മന്ത്രയെയാണ് ഉപദ്രവിക്കുന്നതും. മന്ത്രയുടെ മുടിയിൽ പിടിച്ച് അവളെ വലിച്ചിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. എന്റെ 2 സഹോദരങ്ങളെ ഞാൻ കൊല്ലുമെന്നായിരുന്നു മല്ലിക പറഞ്ഞതും. എന്നാൽ തന്ത്രപൂർവ്വം മല്ലികയും മന്ത്രയും താഴേക്കിറക്കിയിട്ട് മല്ലികയെ മന്ത്രവലയത്തിനകത്ത് നിർത്തുകയാണ് റുഹാൻ. പുറത്തേക്കിറങ്ങിയ റുഹാനാണെങ്കിൽ മന്ത്രിയോട് പറയും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നിങ്ങളാണ് മഞ്ജുലിക എന്ന് ഞാൻ കരുതിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ രൂപവും മാറുകയാണ്. ആര് പറഞ്ഞു? ഞാൻ തന്നെയാണ് മഞ്ജുലിക എന്ന് പറഞ്ഞ് ഒരു പ്രേതത്തെ പോലെ മന്ത്ര അലറും. അതേസമയം തന്നെ മന്ത്രവലയത്തിൽ നിന്നും പുറത്തു വന്ന മല്ലിക പറയും, യഥാർത്ഥത്തിൽ അവൾ മഞ്ജുലികയല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ദയവ് ചെയ്ത് അവളുടെ ദേഹത്തിൽ നിന്നും പുറത്തിറങ്ങണം, അവളെ ഒന്നും ചെയ്യരുത് എന്ന് മല്ലിക പറയും. അപ്പോൾ ഈ മല്ലികയുമല്ല മഞ്ജുലിക, മന്ത്രയുമല്ല മഞ്ജുലിക, മറ്റൊരാളാണ്. മന്ത്രയുടെ ദേഹത്തു നിന്നും ആ പ്രേതാത്മാവ് പുറത്തേക്ക് വരും. എല്ലാവരും കരുതിയതുപോലെ മഞ്ജുലികയല്ലായിരുന്നു പ്രേതാത്മാവ്, അത് ദേവേന്ദ്രനാഥിന്റെ പ്രേതം തന്നെയായിരുന്നു. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ദേവേന്ദ്രനാഥിനാണ് ഇനി അധികാരം പോകുന്നതെന്ന് മനസ്സിലാക്കിയ അഞ്ജലികയും മഞ്ജുലികയും ദേവേന്ദ്രനാഥിനെ കൊല്ലുവാനായിട്ട് റൂമിലേക്ക് വരികയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അവരൊരു കാഴ്ച കാണും. എന്തെന്നാൽ സ്ത്രീകളെ പോലെ അണിഞ്ഞൊരുങ്ങുകയായിരുന്നു ദേവേന്ദ്രനാഥ്. അവന്റെ ഉള്ളിൽ സ്ത്രീയുടെ മനസ്സാണെന്ന് അവർക്ക് 2 ആൾക്കും മനസ്സിലായി. ഉടനെ തന്നെ അവർ ദേവേന്ദ്രനാഥിനെ സപ്പോർട്ട് ചെയ്യുവാനായും തീരുമാനിച്ചു. നീ സ്ത്രീയെ പോലെ അണിഞ്ഞൊരുങ്ങി കൊട്ടാരത്തിൽ നൃത്തം ചെയ്യണമെന്ന് അവർ 2 ആളും പറഞ്ഞു. എന്നിട്ട് അവനെ അണിയിച്ചൊരുക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അവനെ കൊണ്ടുപോയത് അഞ്ജലികയായിരുന്നു. എന്നാൽ മഞ്ജുലിക നേരെ പോയത് രാജസദസ്സിലേക്കായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവേന്ദ്രനാഥ് ആരാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഉടനെ തന്നെ രാജാവും സൈന്യവുമെല്ലാം ദേവേന്ദ്രനാഥ് നൃത്തം ചെയ്യുന്ന സ്ഥലത്തേക്കെത്തി. എന്നിട്ട് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് തീയിട്ട് കൊന്നു. അതാണ് സിനിമയുടെ തുടക്കത്തിലും കാണിച്ചത്. യഥാർത്ഥത്തിൽ മഞ്ജുലികയല്ലായിരുന്നു തീയിട്ട് കൊന്നത്, ദേവേന്ദ്രനാഥിനെ തന്നെയായിരുന്നു. എന്നാൽ രാജാവ് തന്റെ 2 പെൺമക്കൾക്കും ശിക്ഷ കൊടുക്കും. എന്തെന്നാൽ അധികാരം മോഹിച്ച് രാജസദസ്സിൽ വന്ന് മഞ്ജുലിക എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. രാജാവിന്റെ അടുത്ത് വന്ന് രഹസ്യമായി പറയേണ്ട കാര്യമായിരുന്നു അത്. അതിനാൽ രാജാവ് പറയും, നീയാണ് നിന്റെ സഹോദരനെ കൊന്നതെന്ന് എല്ലാവരും അറിയണം. അതിനാണ് നിന്നെ കത്തിച്ചു കൊന്നതെന്നായിരിക്കണം എല്ലാവരും അറിയേണ്ടത്. ദേവേന്ദ്രനാഥിനെയാണ് കത്തിച്ചു കൊന്നത് എന്നത് ആരും അറിയരുത്. മഞ്ജുലികയാണ് കത്തിച്ചു കൊന്നത് എന്നായിരിക്കണം എല്ലാവരും അറിയേണ്ടത്. മഞ്ജുലികയുടെ ആത്മാവിനെയാണ് തളച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഒരു റൂം താഴിട്ട് പൂട്ടിയതും. പിന്നെ അഞ്ജലികയ്ക്ക് കൊടുത്ത ശിക്ഷ എന്തെന്നാൽ, രാജാവിന് അങ്ങനെ ഒരു മകളെയില്ല, ഈ രാജ്യത്തുള്ള ആരും അഞ്ജലികയെ പറ്റി അറിയാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജുലികയും രാജാവ് നാട് കടത്തി. എന്നാൽ ദേവേന്ദ്രനാഥിന്റെ ആത്മാവ് പ്രതികാരദാഹിയായി പുറത്തലയുവാനായും തുടങ്ങി. രാജാവിനെയും സൈന്യത്തെയും കൊന്നൊടുക്കി. എന്നാൽ ഇപ്പോൾ മന്ത്രയും മല്ലികയുമായി എത്തിയിരിക്കുന്നത് അഞ്ജലികയുടെയും മഞ്ജുലികയുടെയും പുനർജന്മമാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുന്നു.
എന്നാൽ ഇപ്പോൾ ദേവേന്ദ്രനാഥിന്റെ പ്രേതമാണെങ്കിൽ അവർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുവാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഞ്ജലികയെയും മഞ്ജുലികയെയും ഒക്കെ ഉപദ്രവിക്കുവാനായി ശ്രമിക്കും. അതേസമയം തന്നെ റുഹാന്റെ കൈതട്ടി മന്ത്രജലം ദേവേന്ദ്രനാഥിന്റെ ശരീരത്തിലേക്ക് വീണു. ആ ആത്മാവ് അവിടെ നിന്ന് പോകുവാനായി തുടങ്ങി. ഉടനെ തന്നെ അഞ്ജലികയും മഞ്ജുലികയ്ക്കും ഇതാണല്ലോ ഇനിയൊരു അവസരം. അവനെ തളയ്ക്കുവാനായിട്ട് ഒരേയൊരു വഴിയല്ലേ ഉള്ളൂ, അവന്റെ ആത്മാവിനെ കത്തിക്കുക. രണ്ടാളും കത്തിക്കുവാനായി പോകുന്ന സമയത്ത് രണ്ടാളുടെയും മനസ്സ് മാറും. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത തെറ്റ് ഈ ജന്മത്തിൽ ചെയ്യുവാനായി പാടില്ല എന്ന് മന്ത്രയും മല്ലികയും തീരുമാനിക്കുന്നു. എന്നാൽ അത് കേട്ട് ദേവേന്ദ്രനാഥിന്റെയും മനസ്സലിഞ്ഞു. തന്റെ രണ്ട് സഹോദരിമാരെയും ആരെയും ഇനി ദ്രോഹിക്കണ്ട എന്നവർ തീരുമാനിച്ചു. ഉടനെ തന്നെ ദേവേന്ദ്രനാഥിന്റെ ആത്മാവ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അടുത്ത ദിവസം എല്ലാവരും കൊട്ടാരത്തിൽ നിൽക്കുകയാണ്. അതേസമയം മല്ലിക പറയും, എനിക്ക് എന്തോ കൊട്ടാരങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിൽ തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കൊട്ടാരങ്ങളെല്ലാം ഏറ്റെടുത്ത് റിനോവേറ്റ് ചെയ്യുവാനായി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതും. അപ്പോഴാണ് ഇവിടവുമായി എനിക്ക് കണക്ഷനുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടതും. ഇവിടുത്തെ മഞ്ജുലികയുടെ പുനർജന്മമാണ് ഞാനെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ മന്ത്ര പറയുന്നത് തനിക്കും അതുപോലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. മന്ത്ര പറയും, ഞാൻ ഇവിടെ വന്നത് കൊട്ടാരം വാങ്ങാനൊന്നുമല്ല, വേറൊരു കാര്യത്തിനാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഈ കൊട്ടാരവുമായി എനിക്ക് എന്തോ കണക്ഷൻ ഉണ്ടെന്ന കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നീടാണ് അഞ്ജലികയുടെ പുനർജന്മമാണ് ഞാനെന്ന് മനസ്സിലായതും. എന്റെ യഥാർത്ഥ പേര് മന്ത്ര എന്നൊന്നുമല്ല എന്ന് പറയും. അത് കേട്ട റുഹാൻ പറയും, എന്നാൽ ശരി, നിങ്ങളുടെ യഥാർത്ഥ പേര് എന്താണ്? അപ്പോൾ മന്ത്ര പറയും, എന്റെ യഥാർത്ഥ പേര് ACP റാത്തോർ. അത് കേട്ടതും റുഹാൻ ഞെട്ടിപ്പോയി. എന്തെന്നാൽ റുഹാന്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുവാനായിട്ട് ഒരു ACP ശ്രമിക്കുന്നുണ്ടല്ലോ. ACP റാത്തോർ ഇത് തന്നെയാണ്. അത് കേട്ടതും റുഹാൻ ബോധം കെട്ടു വീണു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.